കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലങ്കോട് ബ്ലോക്ക് സമ്മേളനം മുതലമടയിൽ നടത്തി. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് എ രാമചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയത്. പോത്തൻപാടം കമ്മ്യൂണിറ്റി ഹാളിൽ KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർവീസിൽ നിന്ന് പെൻഷനായ പെൻഷൻകാരുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ സർവീസിൽ നിന്ന് വിരമിച്ച പെൻഷൻകാരുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച പെൻഷൻകാരുണ്ട്. അങ്ങനെ നാനാ മേഖലയിൽ സർവീസ് മേഖലയിൽ പെൻഷൻകാരുണ്ട്. ആ പെൻഷൻകാർക്ക് അങ്ങനെയുള്ള പെൻഷൻകാർ കേരളം ഉൾപ്പെടെ ഉള്ള ഇന്ത്യ രാജ്യത്തെ ഈ പെൻഷൻകാരിൽ കേരളത്തിലെ പെൻഷൻകാർക്ക് ഒഴികെ കേന്ദ്ര പെൻഷൻകാർക്കും വിവിധ സംസ്ഥാനങ്ങളിലെ പെൻഷൻകാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കുന്നില്ല. എന്താ സ്ഥിതി? നമ്മുടെ സംഘടന നിവേദനം തയ്യാറാക്കുമ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർവീസിൽ നിന്ന് വിരിഞ്ഞ പെൻഷൻകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കുന്നില്ല. കർണാടകത്തിലെ തമിഴ്നാട്ടിലെ പെൻഷൻകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കുന്നില്ല. ടൈറ്റാനിയത്തിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഇലക്ട്രിസിറ്റി ബോർഡിലെയും വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെയും പെൻഷൻകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ അധ്യക്ഷനായി. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് P കൽപ്പനാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AC ജയിലാവുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M താജുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം ചെയർമാൻ R ചിന്നക്കുട്ടൻ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K രാമൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.